71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 6 മണിക്ക് വാർത്താ സമ്മേളനത്തിലാണ് അവാർഡുകൾ പ്രഖ്യാപിക്കുക. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ ചെയ്യുന്നു. ബൽറാം, ദേശീയ പുരസ്കാരത്തിലെ കേരള മലയാളി പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? സുഹൈൽ, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഈ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ജൂറി കേന്ദ്ര മന്ത്രിമാർക്ക് സമർപ്പിക്കും. അതിനുശേഷം വൈകിട്ട് 6 മണിക്കാണ് ജൂറി മാധ്യമങ്ങളെ കാണുന്നത്. ഈ ഒരു ഘട്ടത്തിലായിരിക്കും പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക. ദേശീയ തലത്തിൽ ഇത്തവണ റാണി മുഖർജി, വിക്രാന്ത് മസി എന്നിവർ ആദ്യ പരിഗണനയിൽ തന്നെയുണ്ട്. മികച്ച നടൻ, നടി എന്നീ വിഭാഗത്തിൽ പരിഗണനയിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളവും ഒട്ടേറെ പുരസ്കാരങ്ങൾ ഇത്തവണയും മലയാളത്തിന് ഉണ്ട് എന്നാണ് നമുക്ക് ജൂറിയിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ. പ്രധാനമായും സാങ്കേതിക വിഭാഗത്തിൽ ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് ഇത്തവണയും ഉണ്ട് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന ആദ്യ സൂചനകൾ വ്യക്തമാക്കുന്നത്. ഒട്ടേറെ യുവനടന്മാർ ഉൾപ്പെടെ പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. പൃഥ്വിരാജ് സുകുമാരൻ, ഒപ്പം തന്നെ ഫഹദ് ഫാസിൽ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ആദ്യഘട്ടത്തിൽ തന്നെ പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകളാണ്. സാധാരണ നിലയിൽ സെപ്റ്റംബർ ആദ്യ വാരത്തോടെയാണ് ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാറുള്ളത് എങ്കിൽ ഇത്തവണ ഏതാണ്ട് 1 മാസം നേരത്തെ തന്നെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. 2023 ചലച്ചിത്രങ്ങൾക്കുള്ള പുരസ്കാരമാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. 71ാമത് ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രഖ്യാപിക്കുന്നത് 2023 മികച്ച ചിത്രങ്ങൾക്കുള്ള പുരസ്കാരമാണ്. കോവിഡിനെ തുടർന്ന് ഒരു വർഷം പ്രഖ്യാപനം നടക്കാതിരുന്നതിനെ തുടർന്നാണ് 1 വർഷത്തെ ഇടവേള അല്ലെങ്കിൽ 1 വർഷത്തെ മുൻപോട്ടുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ് പിന്നീട് തുടർന്നു വന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ 2023 പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷവും 70ാം ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലും ഒട്ടേറെ പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങൾ ദേശീയ തലത്തിൽ ലഭിച്ചിരുന്നു. സമാനമായി തന്നെ ഇത്തവണയും 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപന വേളയിലും മലയാളത്തിന് മികച്ച തോതിൽ തന്നെ അംഗീകാരമുണ്ട് എന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ വരും നിമിഷങ്ങളിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. എന്തായാലും മികച്ച പരിഗണന ഇത്തവണയും മലയാള സിനിമയ്ക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന ആദ്യ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.